പൊതുവിൽ ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ കളർഫുൾ അല്ലെങ്കിൽ ലൈറ്റ് ഹാർട്ടഡ് സിനിമകളുടെ വക്താവായിരുന്നു ദുൽഖർ സൽമാൻ. എന്നാൽ അതിൽ നിന്ന് പുള്ളി എടുത്തൊരു ടേൺ ആയിരുന്നു 2016 പുറത്തിറങ്ങിയ കലി. ആ സിനിമയെ പറ്റി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുക്കുന്നു, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇനി അതിനേക്കാൾ ഡോസ് കൂട്ടി അതേ വർഷം പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമായിരുന്നു രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടം. ഞാൻ മുൻപേ പറഞ്ഞ ആ ഫീൽ ഗുഡ് പരിപാടികളൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുതെന്ന് പടത്തിന് കയറുന്നതിന് മുന്നേ നമുക്കറിയാം. അങ്ങനെ ഒരു ബൗൺസറായി അല്ലെങ്കിൽ ഒരു വാടക ഗുണ്ടയായിട്ടുള്ള നായകനെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ശേഷം അയാൾക്ക് തന്റെ പഴയൊരു കൂട്ടുകാരൻ ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോളിന്റെ ചുവട് പിടിച്ച് ഈ കൂട്ടുകാരനെ അന്വേഷിച്ച് നായകൻ തന്റെ പഴയ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. അവൻ എന്ത് പറ്റി എന്ന് അറിയലാണ് ലക്ഷ്യം. ഇവിടെ നിന്ന് അങ്ങോട്ട് സിനിമ ബാക്ക് ആൻഡ് ഫോർത്തായി ഇടക്ക് പാസ്റ്റും ഇടക്ക് പ്രസന്റും ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു നോൺ ലീനിയർ രീതിയിൽ സഞ്ചരിക്കുകയാണ്. ഇതിനിടയിൽ കൂട്ടുകാരനായ ഗംഗ വരുന്നു, ബാലൻ ചേട്ടൻ വരുന്നു. ശേഷം അവരുടെയൊക്കെ വമ്പൻ പെർഫോമൻസുകൾ. പിന്നെ മറ്റൊരു കാര്യം, ഈ അടുത്ത കാലത്തായി ഫേമസ് വടച്ചെന്നൈ എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ വന്നതാണ്, ആ പടത്തിലെ രാജൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ഈ സിനിമയിലെ ബാലൻ ചേട്ടൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആളുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ്, സ്നേഹിച്ച പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത്, സിനിമയിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെല്ലാം ഇയാളെ ബഹുമാനത്തോടുകൂടി നോക്കി കാണുന്ന ഇയാളുടെ അണ്ടറിലുള്ള ആളുകളാണ്, ഒടുക്കം കൊല്ലപ്പെടുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വടച്ചെന്നൈയിലെ രാജന് ഈ ബാലൻ ചേട്ടനുമായി നല്ല സാമ്യമുണ്ട്. അല്ല, ഇത് അത്യാവശ്യം ക്രിട്ടിക്കലി അക്ലൈംഡ് പടമായിരുന്നു. സോ ഇത് കണ്ടിട്ടാണോ അത് എഴുതിയതെന്ന് പറയാനും കഴിയില്ല. പിന്നെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം, വളരെ പണ്ട് ചെറുപ്പത്തിൽ ജുറാസിക് പാർക്ക് എന്ന കോമഡി പരിപാടിയിലൂടെ നമ്മെ ചിരിപ്പിച്ച ഒരു കലാകാരനെ ഞാൻ ഈ സിനിമയിൽ കണ്ടു. എത്രയോ കാലത്തിന് ശേഷമാണ് ഞാൻ പുള്ളിയെ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഞാൻ കരുതി ഓക്കെ, മേ ബി ഇതേതോ ചെറിയ വേഷത്തിലായിരിക്കും ഇദ്ദേഹം വരുന്നതെന്ന്. പക്ഷേ സിനിമ മുന്നോട്ട് പോകും തോറും, ഓരോ കാലഘട്ടം മാറി മാറി വരും തോറും പ്രായം കൂടി വരുന്ന കഥാപാത്രമായി ഇദ്ദേഹവും രംഗത്തുണ്ട്. അങ്ങനെ സഞ്ചരിച്ച് സിനിമ ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹമാണ് മെയിൻ വില്ലൻ എന്ന്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമുക്ക് പണ്ടേ പരിചയമുള്ള ഒരാൾക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷമില്ലേ, അത് തന്നെ. അങ്ങനെ എല്ലാത്തിനും ഒടുക്കം ക്ലൈമാക്സിൽ ആശാനും കൃഷ്ണനും തമ്മിലുള്ള ഫേസ് ഓഫിലൂടെ സിനിമ അവസാനിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ദുൽഖർ മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ സിനിമയിൽ കുറ്റം പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് അക്കാലത്ത് വന്നിരുന്ന ഒരു ഹെയ്റ്റ് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ദുൽഖർ വെറും പേരിന് മാത്രമായിരുന്നു നായകൻ, ഈ പടത്തിലെ മെയിൻ ഗംഗയും ബാലൻ ചേട്ടനുമാണെന്ന്. സംഗതി ശരിയാണ്, അവര് തന്നെയാണ് ഈ സിനിമയുടെ ആത്മാവ്. പക്ഷേ ഇങ്ങനെ ഒരു സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചൊരു മീഡിയം, അതിന്റെ പേര് കൂടിയായിരുന്നു ദുൽഖർ സൽമാൻ.